നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത് എവിടെ എത്തി? മുത്തക്കല്ലിമിന്റെ പദത്തിലെത്തി അല്ലെ? മാളിയായ ഫിഇലിലെ മുഫ്രദ് മുത്തക്കല്ലിമാണെങ്കിൽ ഏത് മാളിയായ ഫിഇലാണെങ്കിലും, അത് കതബയാണെങ്കിലും ജലസയാണെങ്കിലും ഇഷ്തറ, ഖാല, ജാഅ, ഇതുപോലെ ഏത് മാളിയായ ഫിഇലാണെങ്കിലും അതിന്റെ മുഫ്രദ് മുത്തക്കല്ലിമിന്റെ പദമാണോ, അതിന്റെ അവസാനത്തെ അക്ഷരം ഒരു തു ആയിരിക്കും. തു. അത് നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചു വെക്കണം. ഓക്കെ. മുസന്ന ജംഅ മുത്തക്കല്ലിമാണെങ്കിലോ അവസാനത്തെ അക്ഷരം നാ എന്നായിരിക്കും. നാ. ഖാലയാണെങ്കിൽ ഖുൽനാ, ജലസ ജലസ്നാ, കതബ കതബ്നാ, തഅല്ലമ തഅല്ലംനാ. മുഫ്രദ് മുത്തക്കല്ലിമാണെങ്കിലോ തു, തഅല്ലംതു, കതബ്തു, ജലസ്തു, ഖറഅതു, ഇങ്ങനെ വരും മാദിയാണെങ്കിൽ. മുദാരി ആണെങ്കിലോ മുഫ്രദ് മുത്തക്കല്ലിമ് മുദാരി ആയ ഫിഇലിലെ മുഫ്രദ് മുത്തക്കല്ലിമാണ് വേണ്ടതെങ്കിൽ അവസാനത്തിലല്ല നമ്മൾ നോക്കേണ്ടത്, തുടക്കത്തിലാണ് നോക്കേണ്ടത്. തുടക്കത്തിൽ എന്ത് വേണം? ഒരു ഹംസ വേണം. നമ്മൾ തുടങ്ങിയ മുദാരി തുടങ്ങുമ്പോ ആദ്യത്തെ മുദാരിനെ തുടക്കത്തിൽ യാ ആയിരിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആ മുദക്കർ മുഅന്നസ് ആകുമ്പോ താ ആയിട്ടുണ്ടാകും. പിന്നെ മുദക്കർ തന്നെ ഗായിബിൽ നിന്ന് മാറി മുഖാത്തബ് ആകുമ്പോ താ തന്നെയായിട്ട് ഇങ്ങനെ പോരുന്നുണ്ടാവും. തെക്തുബു, തെക്തുബാനി, തെക്തുബൂന, തെക്തുബീന, തെക്തുബാനി, തെക്തുബുന. അങ്ങനെ മുഖാത്തബിന്റെ 6 പദങ്ങൾ കഴിഞ്ഞു. ഇനി മുദാരിയിലെ മുത്തക്കല്ലിം മുഫ്രദ് മുത്തക്കല്ലിം ആണെങ്കിൽ ആ താ മാറി താന്റെ സ്ഥാനത്ത് ആര് വന്ന് നിൽക്കും? മുദാരി ആ ഫീലിന്റെ 4 അക്ഷരങ്ങളിൽപ്പെട്ട മൂന്നാമൻ, 4 അക്ഷരങ്ങളിൽപ്പെട്ട മൂന്നാമനാകുന്ന ഹംസാക്ക അവിടെ വന്ന് നിൽക്കും. യാ, താ, ഹംസ, നൂന്. ഇത് 4 പേരാണ് മുദാരി ആ ഫീലിന്റെ സ്വന്തം ആളുകള്. ഈ 4 അക്ഷരങ്ങൾ യാ, താ, ഹംസ, നൂന്. ഇതിൽ ഈ ഹംസ വരുന്നതാണ് മുഫ്രദ് മുത്തക്കല്ലിമ്. മുദാരിയിലെ മുഫ്രദ് മുത്തക്കല്ലിമിന്റെ തുടക്കത്തിൽ ഹംസയായിരിക്കും ഉണ്ടാവുക. ഓക്കെ. ഇപ്പൊ മുഫ്രദ് മുത്തക്കല്ലിമ് എന്ന് ഓർക്കുമ്പോൾ ഫിഇല് മുദാരി ആണെങ്കിൽ തുടക്കത്തിൽ ഹംസ വേണം എന്ന് നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കണം. മാദിയിലാണെങ്കിൽ അവസാനത്തിൽ ഒരു തു വേണം എന്നതും ഉറപ്പിച്ചു വെക്കുക. ഓക്കെ. മുഫ്രദ് മുത്തക്കല്ലിമ് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു പ്രയാസം തോന്നുന്നുണ്ടോ? ഞാൻ അതൊക്കെ ഒരുപാട് വിശദീകരിച്ച് തന്നതാ. മുഫ്രദ് മുത്തക്കല്ലിം എന്ന് പറഞ്ഞാൽ ഒരാൾ സ്വന്തത്തെ കുറിച്ച് പറയുന്ന വാക്ക്. ഞാൻ എന്നെ കുറിച്ച് മാത്രം പറയുകയാണ്. എന്ത്? ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു. ഉദരിസു, ഉദരിസു, ഞാൻ ക്ലാസ് എടുക്കുന്നു. മുദാരിയാണ് ഉദരിസു. ക്ലാസ് എടുക്കുന്നയാൾ ആരാ? ഞാനാണ്. അപ്പൊ ഞാൻ എന്നെ കുറിച്ച് പറയുമ്പോ എങ്ങനെയാണ് പറയേണ്ടത്? ഉദരിസു എന്നാണ് പറയേണ്ടത്. ഉദരിസു എന്ന വേർഡ്, വാക്ക് മുദാരി ആണ്. അതിന്റെ തുടക്കത്തിൽ ഞാൻ ഹംസ തന്നെ കൊണ്ടുവരാനുള്ള കാരണം, ഞാൻ ഇവിടെ ഉപയോഗിച്ച പദം മുഫ്രദ് മുത്തക്കല്ലിമാണ്. മുദാരിയിലെ മുഫ്രദ് മുത്തക്കല്ലിമാണ്. അതായത് ഞാൻ എന്നെ കുറിച്ച്, പിന്നെ ഒരാളെ കുറിച്ച് മാത്രം പറയാണ് സംസാരിക്കുന്ന. ഞാൻ ഒരാളെ കുറിച്ച് മാത്രം പറയാണ്. ഇനി നമ്മളെ കുറിച്ച് ക്ലാസ്സിൽ പങ്കെടുക്കുന്ന, ഇപ്പൊ നിലവിൽ ക്ലാസ്സിലുള്ള എല്ലാവരെ കുറിച്ചും നമ്മൾ മറ്റൊരാളോട് പറയാണ്. എന്താണ്? ഞങ്ങൾ പഠിക്കുന്നു എന്ന് എങ്ങനെ പറയാം? തഅല്ലമ എന്ന് പറഞ്ഞാൽ പഠിച്ചു. യതഅല്ലമു, അവൻ പഠിക്കുന്നു. എന്നാൽ നമ്മൾ പഠിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ പഠിക്കുന്നു എന്ന് നമ്മൾ എങ്ങനെ പറയാം? തുടക്കത്തിലുള്ള യാതിനെ മാറ്റി ആരെ വെച്ചെടുത്താൽ മതി? ആ, نتعلم. നതഅല്ലമു. വെരി ഗുഡ്. ഞാൻ പഠിക്കുന്നു എന്ന് പറയാല് എങ്ങനെയാണ്? ഞാൻ പഠിക്കുന്നു. أتعلم. വെരി ഗുഡ്. ഷാർപ്പ്. ഗോൾഡൻ ലൈക്സ്. പിന്നെ ഞാൻ പഠിക്കുന്നു എന്ന് പറയുമ്പോൾ അതഅല്ലമു. നമ്മൾ പഠിക്കുന്നു എന്ന് പറയുമ്പോൾ നതഅല്ലമു. ഏയ് പുരുഷ, ദാനിഷ്, പുരു, പുരുഷന്റെ ഷോർട്ട് ആക്കിയാറുണ്ട്. പുരുഷ, നീ പഠിക്കുന്നു എന്ന് എങ്ങനെ പറയാ? ദാനിഷ് പറഞ്ഞേ, ഓർക്കൊക്കെ പോട്ടെ. ഒരു കോളുണ്ട്. ചൊറിയുന്നുണ്ടെന്നോ? ഒരു കോളുണ്ട്. ഫോണിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ, നിന്റെ അടുത്ത് നിന്ന് ഉത്തരം കിട്ടണോ? അതിനല്ലേ ഞാൻ ചോദിക്കുന്നേ. എനിക്കറിയാനിട്ടാ ചോദിക്കുന്നത്. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറ. പിന്നെ ഫിദാൻ,
അറിയില്ല എന്ന് പറയാൻ മൈക്കോണാക്കുണ്ട്. ഫസീഹ് പറഞ്ഞേ. ഫസീഹ്, നീ ഒരു പുരുഷൻ പഠിക്കുന്നു എന്ന് എങ്ങനെ പറയാം? ത- ഏഹ്, തഅല്ലമ യതഅല്ലമു. യതഅല്ലമു എന്ന് പറഞ്ഞാൽ അവൻ പഠിക്കുന്നു. നീ പഠിക്കുന്നു എന്ന് എങ്ങനെ പറയാം പുരുഷനോട്? ആലോ. തതഅല്ലമു. പറഞ്ഞോ. തതഅല്ലമു. വെരി ഗുഡ്, ഉഷാറായിട്ടുണ്ട്. തതഅല്ലമു. എന്നാല് റന 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 സുഖം തന്നെയല്ലേ? പനി കുറവുണ്ടോ? കണ്ടിട്ട് എനിക്ക് തന്നെ തലവേദന അടിക്കുന്നുണ്ട്. ഓക്കെ, ഉറക്ക നമ്മൾ നിർത്താം. നീ ഒരു സ്ത്രീ പഠിക്കുന്നു എന്ന് എങ്ങനെ പറയാം? നമുക്ക് ഈ തതഅല്ലമു എന്ന മുദക്കറിനെ എങ്ങനെ പിടിച്ച് മുഅന്നസാക്കുക ഒന്ന് പറഞ്ഞ. തതഅല്ലംത. അയ്യണ്ടടാ. ഹൻഫ പറഞ്ഞേ. ഞാൻ ഏതോ ഒരു ടീച്ചറെ പേരൊക്കെ ചേർത്തിരുന്നു. ബീന ടീച്ചറോ? ഓർമ്മ ഉണ്ടാ നിങ്ങൾക്ക്? വാക്കുകൾ ഓർമ്മ വരാനാണ് അങ്ങനത്തെ ടീച്ചറെ പേരൊക്കെ പറഞ്ഞിരുന്നത്. ഞാൻ പഠിച്ചിരുന്ന ഹൈസ്കൂളിൽ അങ്ങനെ ഒരു ടീച്ചർ ഉണ്ട്, അങ്ങനെ പേരിലെ ടീച്ചറൊക്കെ ഉണ്ടായിരുന്നു. ഹൻഫ പറഞ്ഞേ, വേം പറ. ഹൻഫ മിണ്ടൂലെങ്കിൽ പിന്നെ ജസ പറയേണ്ടി വരും. ജസക്ക് ചാൻസ് കൊടുക്കില്ല, വേം പറഞ്ഞോ. നീ ഒരു സ്ത്രീ പഠിക്കുന്നു എന്ന് എങ്ങനെ പറയാം? ഫാത്തിമ വന്ന്, ഞാൻ പറഞ്ഞോട്. ഫാത്തിമ പറഞ്ഞോ. ഫാത്തിമ ഇപ്പം വന്നിട്ടുള്ളൂ, ചോദ്യം മനസ്സിലായില്ല. തതഅല്ലംതീന. കേട്ടില്ല. തതഅല്ലംതീന. അള്ളാ, മാദിനെ ഒക്കെ കൂട്ടി ജ്യൂസാക്കി. മാദി മുതാരി ഒക്കെ കൂടെ കൂട്ടിയിട്ട് ലാസ്റ്റ് ഒരു ഈനട്ട് എടുത്താണ്. തതഅല്ലം തീനൊന്നും പറയണ്ട. നമ്മുടെ ആള് മുതാരി യതഅല്ലമു യതഅല്ലമാനി യതഅല്ലമൂന തതഅല്ലമു തതഅല്ലമാനി യതഅല്ലംന. ഗായിബായ 6 പദങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി മുഖാത്തബിന്റെ തതഅല്ലമു തതഅല്ലമാനി തതഅല്ലമൂന. ഇനി വരാനുള്ള ആളാണ് ഇനി പറയേണ്ടത്. മുഅന്നസ്, മുഖാത്തബിലെ മുഅന്നസ് പറയണം. തതഅല്ലംതീനല്ല, തതഅല്ലമീന. അതായത് തതഅല്ലമു എന്നതിനെ തതഅല്ലമീന എന്നാക്കണം. തഖറഉ ആണെങ്കിൽ തഖറഈന, തക്തുബു തക്തുബീന, തജ്ലിസു തജ്ലിസീന. ഓക്കെ, ഓക്കീന എന്ന് പറയല്ല നീ. പറഞ്ഞേക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് നാളത്തെ ക്ലാസ്സിൽ ചെയ്യാം. ക്ലാസ്സിൽ കൃത്യമായി പങ്കെടുത്ത ഇത്രയും നല്ല കുട്ടികളൊക്കെ പങ്കെടുത്തതിൽ വളരെ സന്തോഷം. വൈകി പോയിട്ടുണ്ട് എന്ന് എനിക്കറിയാം. ഞാൻ തുടങ്ങി വെച്ചത് പൂർത്തിയാക്കണ്ട, അതുകൊണ്ട് ഇങ്ങനെ വിശദീകരിച്ചു വന്നതാണ്. അല്ലാഹു തആല നിങ്ങൾക്കൊക്കെ നന്നായി പെട്ടെന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് നൽകട്ടെ. നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നൽകി അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. ഐ റിപ്പീറ്റ്, നാളത്തെ വിഷയം ഖുർആൻ, ലിസാനുൽ ഖുർആൻ ഫഖത്ത്. നോട്ട്ബുക്ക് എടുക്കണമെന്ന് ചോദിക്കേണ്ട, എടുക്കണം, കൊണ്ടുവന്നോളൂ. കഴിഞ്ഞു. ഇഷാൻ നിസ്കരിക്കാൻ മറക്കണ്ട. യാ ഇഷാൻ, ഇഷാൻ, ഇഷാൻ മാത്രമല്ല എല്ലാവരും, ആരും ഇഷാൻ നിസ്കരിക്കാൻ മറക്കരുത്.